കോഴിക്കോട് താമരശ്ശേരിയിൽ യുവതിയെയും കുട്ടികളെയും പുറത്താക്കി ഭർത്താവ് വീട് പൂട്ടിപ്പോയതായി പരാതി. മൂന്നാംതോട് മാട്ടുകടവ് സ്വദേശി രാജേഷിനെതിരെയാണ് പരാതി. 2 ദിവസമായി വീട്ടുവരാന്തയിലാണ് കഴിയുന്നതെന്നും പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടായിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എന്നും യുവതി പറയുന്നു. ദൃശ്യ പുതിയടത്ത് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ദൃശ്യ, ഇത് എന്താണ് സംഭവം? ഇങ്ങനെ വീട് പൂട്ടി ഭർത്താവ് പോയി എന്നാണല്ലോ യുവതി പറയുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ് അവർ നമ്മളോട് പങ്കുവെക്കുന്നത്? ഞാനിപ്പോൾ അനുമോളുടെ വീട്ടിലാണുള്ളത്. അതായത് ഇവർ ഗാർഹിക പീഡനത്തിന് ഭർത്താവ് രാജേഷിനെതിരെ പരാതി നൽകിയിരുന്നു. അതിനുശേഷം പ്രൊട്ടക്ഷൻ ഓർഡറോട് കൂടിയാണ് ഇവർ വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. എന്നാൽ ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി രാജേഷും അവരുടെ മാതാപിതാക്കളും കൂടി പുറത്തേക്ക് പോയി എന്നാണ്. അതായത് മക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. മക്കളെ പുറത്താക്കിയ ശേഷമാണ് അവർ വീട് പൂട്ടിപ്പോയത് എന്നാണ് അനുമോൾ പറയുന്നത്. അനുമോൾ നമ്മുടെ കൂടെയുണ്ട്. എന്തായിരുന്നു സംഭവിച്ചത്? ഹലോ മാഡം, ഞാൻ ഈ ഗാർഹിക പീഡനം മുന്നോട്ടായിട്ട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസ് പ്രകാരം എനിക്ക് കോടതി ഉത്തരവിട്ടത് പ്രൊട്ടക്ഷൻ ഓർഡർ പ്രകാരം എനിക്ക് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിൽക്കാന്നുള്ളതായിരുന്നു. അപ്പൊ ഞാൻ ആ പ്രൊട്ടക്ഷൻ പ്രകാരം ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ മെഞ്ഞാന്ന് രാത്രി ഇവിടെ വന്നു. ഇവിടെ വന്ന് ഒരു പ്രശ്നവും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കിയില്ല. ഇവിടെ നല്ലോണം സന്തോഷത്തോടെ നിൽക്കുമ്പോൾ എന്റെ ഹസ്ബൻഡോ എന്റെ ഹസ്ബൻഡിന്റെ അച്ഛനോ അമ്മയോ ഒന്നും ഈ പരാതി ഞാൻ ഇവിടെ ഒരു പരാതി ഉണ്ടാക്കുന്ന പ്രശ്നം കാരണം ഉണ്ടാക്കുന്നൊന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞില്ല. പക്ഷേ ഒരു BJP പ്രവർത്തകനായ ഒരു നേതാവ് ഷാനിന്റെ ആ ഫോൺ കോൾ പ്രകാരം പോലീസുകാർ ഇവിടെ എത്തി എന്നോട് പ്രശ്നങ്ങൾ എന്താണ് എന്നൊന്നും ചോദിച്ചില്ല. അപ്പൊ ആ പോലീസുകാർ എന്നോട് പറഞ്ഞു, പ്രൊട്ടക്ഷൻ പ്രകാരം നിനക്ക് ഇവിടെ നിൽക്കാനുള്ള ഓർഡർ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഇറങ്ങൂല, എന്റെ വക്കീൽ ഇവിടെ നിൽക്കാൻ തന്നെയാണ് പറഞ്ഞത്, ഞാൻ ഇവിടെ ഇറങ്ങൂല. അപ്പൊ സാറ് ഈ പോലീസുകാർ എന്നോട് പറഞ്ഞു, നീ നാളെ 10 മണിക്ക് സ്റ്റേഷനിൽ വരണം. സ്റ്റേഷനിൽ വന്നിട്ട് അവിടെ വെച്ചിട്ട് നമുക്കിത് തീർക്കാവുന്നതേ ഉള്ളൂ. അത് തീർത്തിട്ട് നമുക്ക് ഈ വീട്ടിലേക്ക് എന്നെ തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് എന്നോട് ഈ പോലീസുകാർ എന്ത് ചെയ്തു, എന്നെ ഈ വീട്ടിൽ നിന്ന് അയൽവാസികളായ ജനങ്ങളോട് ഒരു 100 രൂപ വാങ്ങി ഓട്ടോ കയറ്റി എന്നെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് ഞാൻ ഇന്നലെ ഞാൻ ആ 10 മണിക്ക് ഞാൻ സ്റ്റേഷനിൽ പോയി ഞാൻ ഹാജരായി. SHO എന്നോട് പറഞ്ഞു, തിരിച്ച് നിനക്ക് ഭർത്താവിന്റെ വീട്ടിലേക്ക് എന്നെ പോവാം, എനിക്ക് അതിനുള്ള ഓർഡറാണ് കിട്ടിയത്, അത് നീ തിരിച്ച് വീട്ടിലേക്ക് എന്നെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ എന്റെ മക്കളെ പുറത്താക്കിയിട്ട് ഈ വീട്ടുകാർ കതവ് അടിച്ച് എവിടെയാണെന്ന് എനിക്കറിയില്ല, എവിടെയാണെന്ന് പോയി അറിയുന്നില്ല. പോലീസുകാരെല്ലാരും വിളിച്ചു നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. മൂത്ത കുട്ടി അവരുടെ കൂടെ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. അറിയില്ല, അവരെന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല കുട്ടീനെ കൊണ്ടുപോവാണെന്നോ ഒന്നും എന്നോട് പറഞ്ഞില്ല. പക്ഷെ എന്റെ വിശ്വാസത്തിൽ അവരെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാനിതുവരെ ഒരു അന്വേഷണ കാര്യത്തിന് ഞാനിതുവരെ ഇറങ്ങിയില്ല. ഞാൻ വെയിറ്റ് ചെയ്തോണ്ട് നിൽക്കുക. കുട്ടി വരുമായിരിക്കും, അവര് വരുമായിരിക്കും. അവരിന്ന് 8 മണിക്ക് 8:30 ആകുമ്പോൾ താക്കോല് സാറെ ഏൽപ്പിച്ചിട്ട് ഇവിടെ കതക് തുറന്നു തരാന്നുള്ള ഒരു നിലവിലായിരുന്നു. ഇതുവരെ ആയിട്ട് ഒരു നടപടി ഇതുവരെ ആരും എടുത്തില്ല. പോലീസ് ആരും എടുത്തില്ല. ആ ഷാൻ പ്രകാരം കാരണമാണ് എന്റെ ജീവിതം ഇത്തോതിലായത്. നിങ്ങളുടെ ചെറിയ മകൻ കൂടെയുണ്ട്. അപ്പൊ അവൻ ഇതിന്റെ അകത്ത് അവനോട് ഞാൻ ചോദിച്ചു, മോനെ നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു ഈ കതക് പൂട്ടി നോക്കുമ്പോ പോകുമ്പോ? അമ്മ ഞാൻ TV കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്നോട് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞ് ഇവിടെ ഒരു പ്രായമായ ഒരു അമ്മയുണ്ട്, അത് ഹസ്ബൻഡിന്റെ അമ്മേന്റെ അമ്മയാണ്. ആ അമ്മേനെ അയൽവക്കത്തുള്ള ഒരു വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ താക്കോൽ എവിടെയാന്ന് എനിക്ക് അറിയില്ല അമ്മയെന്ന് പറഞ്ഞു. ഇവരെ ഫോൺ ചെയ്ത് നോക്കി, ഇവരെ ഫോൺ മുഴുവനും സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ നിങ്ങളെ ഇവര് ഉപദ്രവിക്കാറുണ്ടായിരുന്നു? ഉപദ്രവിക്കാറുണ്ടായിരുന്നു മാഡം. ഞാൻ പറഞ്ഞില്ലേ, 2008 എന്റെ വിവാഹം കഴിക്കുന്നത്. ആ 2008 ഒരു ചെറിയൊരു കൊച്ചു വീടായിരുന്നു. ആ കൊച്ചു വീട്ടിൽ നിന്ന് ഇവര് പറഞ്ഞ് നമുക്ക് നല്ലൊരു വീട് എടുക്കാം. എന്റെ വീട്ടുകാർ എനിക്ക് 20 പവൻ എന്റെ അച്ഛന് എത്രത്തോളം കഷ്ടപ്പെട്ട് തന്ന സ്വർണ്ണം എന്നറിയോ? ആ സ്വർണ്ണം ഞാൻ എന്റെ അച്ഛനെ അമ്മേനെ ഇവരെക്കാട്ടും വിശ്വസിച്ച് ഞാൻ ഈ അച്ഛനും അമ്മയ്ക്ക് ഞാൻ അയച്ചു കൊടുത്ത്. എന്നിട്ട് ഈ ഹസ്ബൻഡിന്റെ അമ്മ എന്നോട് എന്താ പറഞ്ഞെന്നറിയാം, നിന്റെ പേരിലും കൂടി ഞാൻ ആക്കാം ആ സ്ഥലം എന്ന രീതിയിൽ. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ. പക്ഷെ ഇവരെന്ത് ചെയ്തു, എന്റെ ഹസ്ബൻഡിന്റെ അമ്മയുടെ പേരിൽ സ്വന്തമാക്കി ഈ വീട് സ്ഥലവും. ലാസ്റ്റ് എന്നോട് ഇറങ്ങിപ്പോയി. ഈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംശയരോഗം, ഭയങ്കര പീഡനം, ആൻസിഡും പിന്നെ മദ്യപിക്കുകയോ എല്ലാം ചെയ്യും. മക്കളുമായിട്ട് അത്രയും ഒരു ടച്ചപ്പ് ഇല്ല. എന്താ മൂപ്പര് സ്വഭാവം കാരണം. ഒരുപാട് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഈ എന്റെ ഹസ്ബൻഡിന് എന്നാലും ഞാൻ അതൊക്കെ എന്റെ ഹസ്ബൻഡിന്റെ എല്ലാ പോരായ്മകളും ഞാൻ സഹിച്ച് ഞാൻ എന്റെ മക്കളെ ഓർത്ത് ഞാൻ അവരെ കൂടെ നിൽക്കാൻ ഞാൻ 100 വട്ടം പറഞ്ഞു. ഒരു റൂം എടുത്ത് നമുക്ക് വാടകയ്ക്ക് പോവാം, സമ്മതിക്കുന്നില്ല. മക്കൾക്ക് അവര് ലഹരി കൊടുക്കാറുണ്ടായിരുന്നു. മക്കൾ എന്നോട് പറഞ്ഞു, അമ്മ സ്കൂളിൽ നിന്ന് കംപ്ലൈന്റ് വന്നു, എന്താ ഇങ്ങനെ ഉറക്കം നല്ലോണം പഠിക്കുന്ന കുട്ടി, എന്റെ മൂത്ത കുട്ടി. അപ്പൊ സ്കൂളിൽ നിന്ന് ഇങ്ങനെ കംപ്ലൈന്റ് വന്നു, കുട്ടി ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ മോനെ എന്താണ് നിന്റെ പ്രശ്നം? ഇങ്ങനെ ഈ വിഷയം ടെൻഷനോ കാര്യമോ ഇല്ല. അപ്പൊ എന്റെ ഇളയ കുട്ടി എന്റെ വീട്ടിൽ വന്നപ്പോ ഞാൻ പെട്ടെന്ന് തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. ഞാൻ ചോദിച്ചു, എന്താ മോനെ ഇവിടെ നിൽക്കുന്നില്ലേ, നീ ഇവിടെ എന്താ വന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നു? അപ്പം പറഞ്ഞു, എനിക്ക് ബീറ് കുടിക്കണം,
എനിക്ക് ബീറോ അച്ഛൻ ബീറ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ 2 കുപ്പി ഇന്നലെ കുടിച്ച്, ഞാൻ 3 ഗ്ലാസ് കുടിച്ചപ്പോൾ എനിക്ക് ബോധം കെട്ടുപോയി. ഞാനിന്ന് അതിന് ഒരു കുപ്പിയും കൂടെ ഉണ്ട് പറഞ്ഞ് അവന് അതേ സ്പീഡിൽ എന്റെ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്ന്. അപ്പോൾ സ്കൂളിൽ നിന്ന് എങ്ങനെയാ നിരന്തരം കംപ്ലൈന്റ്. ഇവര് ലഹരി വസ്തുക്കൾ കൊടുത്ത് അഡിക്റ്റ് ആക്കുക. 2 മണിക്ക് 3 മണിക്ക് ഈ കുട്ടി ഫോണില്, എന്നിട്ട് 2 മണിക്കൊക്കെ മെസ്സേജ് മറ്റേ ഇതില്ലേ ഏതൊരു ഇതിലേക്കൊക്കെ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ട് നിൽക്കുക. എന്നിട്ട് 2 മണിക്ക് 3 മണിക്കൊക്കെ കുട്ടി കിടന്നുറങ്ങുന്നത്. ലഹരി വസ്തുക്കൾ കൊടുത്ത് മന്തി, ബിരിയാണി അത് പറഞ്ഞ് ഇവരെ കുട്ടീനെ എന്റെ മൂത്ത കുട്ടീനെ അഡിക്റ്റ് ആക്കിയിട്ടേക്കും അവര്. പോലീസ് ഇതിൽ നടപടിയൊന്നും എടുത്തില്ല. നിങ്ങൾ ഇത്രയും 2 ദിവസമായിട്ട് പുറത്താണ്. ഞാൻ സ്റ്റേഷനിലേക്ക് വിളിക്കുന്ന പോലീസുകാർ പറയുന്നത് നിങ്ങൾ കതക് കൊത്തി തുറക്ക്, നിങ്ങൾ കതക് കൊത്തി തുറന്ന് നിങ്ങൾക്ക് അവിടെ കയറി നിൽക്കാനുള്ള അവകാശമുണ്ട്. അതാണ് പോലീസുകാർ പറയുന്നത്. അത് ഞങ്ങൾക്ക് അതിന്റെ അവകാശം ഇല്ല എന്ന് പറയും. പക്ഷെ എനിക്ക് പരാതി എന്താണെന്നറിയോ, പോലീസുകാരും കൂടെ കൂട്ടു നിന്നിട്ടാണ് ഇത് ഞാൻ ഇവിടെ ഇത്രയും ഒരു അയൽവാസികളോ ഈ ജനങ്ങളോ ഒന്നും ഈ കുട്ടി ഇവിടെ വന്നിട്ട് ഒരു പരാതി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ആരും പറഞ്ഞില്ല. പക്ഷെ ഈ ഷാൻ എന്ന ഈ വ്യക്തി, ഈ BJP പ്രവർത്തനം വിളിച്ചു പറഞ്ഞ ഇതിലാണ് പോലീസുകാർ ഇവിടെ കയറി വരുന്നത്. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? എനിക്ക് ഈ വീട്ടിൽ നിൽക്കാനുള്ള അധികാരം ഉണ്ടായിട്ടല്ലേ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഈ പോലീസുകാർ ഒരൊറ്റ കാരണം കൊണ്ട് അന്ന് ഞാൻ സാറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാറേ ഞാൻ എന്റെ പ്രൊട്ടക്ഷൻ പേപ്പർ വരെ, വക്കീൽ തന്ന പേപ്പർ വരെ ഞാൻ സാറിന് അതൊന്നും പോലും അംഗീകരിക്കുന്നില്ല. അവര് പറയും നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഈ പോലീസുകാരും പറയുന്നത്. ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ ഭർത്താവ്? മുന്നേ ശാരീരികമായി ഉപദ്രവിക്കുക, എന്നെ അടിച്ച് വീട്ടുകയൊക്കെ ചെയ്യുന്നിട്ട് ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് വരും ഞാൻ അടിവസ്ത്രം ഉടുത്തിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ എന്നെ ഭയങ്കര സംശയം. വീടിന്റെ ഒരു തിന്നൽ വന്നിരിക്കാൻ പറ്റൂല എന്നിട്ട് അടിച്ചിട്ട് വീട്ടുകാരെ വിളിക്കുക. ഒരുപാട് പഞ്ചായത്തുകൾ കഴിഞ്ഞ് എന്നിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, എന്റെ മക്കളെ ഓർത്തിട്ട് മാത്രം. ശരി, വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അനുമോൾ ഉന്നയിക്കുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിലാണ് യുവതിയെയും കുട്ടികളെയും പുറത്താക്കി ഭർത്താവ് വീട് പൂട്ടി പോയതായി അവർ പറയുന്നത്. 2 ദിവസമായി വീട്ടുവരാന്തയിലാണ് കഴിയുന്നതെന്ന് പറയുന്നു. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടായിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എന്നും അനുമോൾ പറയുന്നു.